തരമാറ്റിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേണുവും അനാമികയും അനന്തപുരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരാണെങ്കിൽ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് വന്നവരാണ് എന്ന് കരുതുന്നുണ്ട്. അതായത് അങ്ങനെ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. എന്തായാലും വിവാഹ നിശ്ചയം മുടക്കാൻ കരുതി വന്നിരിക്കുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ മുത്തശ്ശനാണെങ്കിലും നല്ല രീതിയിൽ വേണുവിനെ തല്ലിച്ചതയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സാറേ, നിങ്ങളെന്നെ എത്ര തല്ലിയാലും എത്ര തല്ലി ചതച്ചാലും എനിക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ എന്തായാലും വേറൊരു പെണ്ണിനെയും ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നാവെടുക്കാതെ നമ്മുടെ നന്ദു കടന്നു വരികയാണ്. നന്ദുവിൻ്റെ മുൻപിൽ വേണുവും അനാമികയും കിടന്ന് അഭിനയിക്കുകയാണ്. മേഡം, എൻ്റെ മകളെ വിവാഹം കഴിച്ചവനാണിവൻ. ഇവൻ വിവാഹം മോചനം നടത്താതെ ഇവൻ്റെ വേറൊരു പെണ്ണിന് വിവാഹം കഴിക്കുന്നു. അത് തെറ്റല്ലേ മേഡം? അത് ചോദിക്കാൻ വന്ന എന്നെ ഇവരെല്ലാവരും കൂടി തല്ലി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ മുൻപിൽ പൊട്ടിക്കരയുന്നുണ്ട്. നന്ദു ശരിക്കും അതൊരവസരമാക്കി മാറ്റിയെടുക്കുകയാണ്. അതായത് ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് പറ്റിയൊരവസരമായതുകൊണ്ട് തന്നെ അതുപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു അനിയെ ആ വിവാഹ നിശ്ചയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം മുടക്കിയേ മതിയാവൂ, മുടങ്ങുകയേ ചെയ്യുകയുള്ളൂ. എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ നിങ്ങളെന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനിയെ വിവാഹ നിശ്ചയത്തിൽ നിന്നും രക്ഷിച്ച് നന്ദു കടന്നു കളയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജലജയാണെങ്കിൽ അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജാനകിയെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും.